ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. ഇവിടെ നമുക്കിന്ന് ബിൽഡിംഗ് മെറ്റീരിയൽസിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ സ്റ്റോൺ എന്ന ടോപ്പിക്ക് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റോക്കിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന നാച്ചുറലായിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയലിനെയാണ് നമ്മൾ സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റോക്കിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന നാച്ചുറലായിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയലിനെയാണ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഈ സ്റ്റോണിനെ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കത് നോക്കാം. ആദ്യത്തേതാണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ആദ്യത്തേതാണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ദെൻ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, ദെൻ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഈ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒറിജിൻ്റെ ബേസിൽ ആ റോക്ക് എവിടെയാണോ ഫോം ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ദെൻ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ, ആ റോക്കിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ദെൻ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ കെമിക്കൽ കോമ്പോസിഷൻ വെച്ചിട്ടാണ്, ബേസ്ഡ് ഓൺ കെമിക്കൽ കോമ്പോസിഷൻ്റെ ബേസിലാണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി ഈ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ തന്നെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒറിജിൻ ആണ്. അതിൽ തന്നെ വരുന്നതാണ് ഇഗ്നിയസ് റോക്ക്, സെഡിമെൻ്ററി റോക്ക്, മെറ്റമോർഫിക് റോക്ക്. ഏതൊക്കെയാണ്? ഇഗ്നിയസ് റോക്ക്, സെഡിമെൻ്ററി റോക്ക്, മെറ്റമോർഫിക് റോക്ക്, GISM എന്നങ്ങ് പഠിച്ചത്. ഓക്കെ, ജിയോളജിക്കൽ ആണെങ്കിൽ ഇഗ്നിയസ്, സെഡിമെൻ്ററി, മെറ്റമോർഫിക് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ സ്ട്രാറ്റിഫൈഡ് റോക്ക്, അൺസ്ട്രാറ്റിഫൈഡ് റോക്ക്, ഫോളിയേറ്റ് റോക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്ട്രാറ്റിഫൈഡ് റോക്ക്, അൺസ്ട്രാറ്റിഫൈഡ് റോക്ക്, ഫോളിയേറ്റഡ് റോക്ക്. ദെൻ കെമിക്കൽ കോമ്പോസിഷൻ, കെമിക്കൽ ക്ലാസിഫിക്കേഷനോട് വരുമ്പോഴത്തേക്കും കാൽക്കേരിയസ്, അർജിനേഷ്യസ്, സിലീഷ്യസ്. ഓക്കെ, ഏതൊക്കെയാണ്? കാൽക്കേരിയസ്, അർജിനേഷ്യസ്, സിലീഷ്യസ്. ഓക്കെ, ഈ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ IAS മാറ്റി, ഓക്കെ, IAS മാറ്റി CAS എന്ന് ആ ഒരു കോഡിൽ ഓർത്താൽ മതി. ഓക്കെ, CAS എന്ന് ഓർമ്മിച്ചാൽ മതി. CASൽ കാൽക്കേരിയസ്, അർജിനേഷ്യസ്, സിലീഷ്യസ്. ഓക്കെ, അത് കെമിക്കൽ ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. നമുക്കിനി ഇവ ഓരോന്നിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അവിടെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒറിജിൻ വെച്ചിട്ടാണ്. അതിലുള്ളതാണ് ഇഗ്നിയസ് റോക്ക്. ഓക്കെ, ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞാൽ കൂളിംഗ് ഓഫ് മോൾട്ടൺ മാഗ്മ. ഓക്കെ, കൂളിംഗ് അല്ലെങ്കിൽ സോൾഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൺ മാഗ്മ ഫോം ചെയ്തിട്ടാണ് ഇഗ്നിയസ് റോക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇഗ്നിയസ് റോക്ക് എങ്ങനെയാണ്? റോക്ക് ഫോംഡ് ബൈ കൂളിംഗ് ഓർ സോൾഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൺ മാഗ്മയ്ക്ക് കൂളിംഗ് സംഭവിച്ചോ അല്ലെങ്കിൽ സോൾഡിഫിക്കേഷൻ സംഭവിച്ചിട്ടാണ് ഇഗ്നിയസ് റോക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ കൂളിംഗ് സംഭവിക്കുന്നത് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ ഇഗ്നിയസ് റോക്കിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്ലൂട്ടോണിക്, ഹൈപ്പാബൈസൽ റോക്ക്, വോൾക്കാനിക് റോക്ക്. ഓക്കെ, നമുക്ക് പ്ലൂട്ടോണിക് ആദ്യം നോക്കാം. പ്ലൂട്ടോണിക് എന്ന് പറഞ്ഞാൽ കൺസിഡറബിൾ ഡെപ്തിൽ നിന്നാണ് ആ കൂളിംഗ് നടക്കുന്നതെങ്കിൽ, ഓക്കെ, കൺസിഡറബിൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു എർത്ത് സർഫേസ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു എർത്ത് സർഫേസ് ആണ്. ദെൻ കൺസിഡറബിൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആ ഡെപ്ത് നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യണം, അതായത് ഡെപ്ത് കൂടുതലായിരിക്കും. ഓക്കെ, ഈ ഡെപ്ത് കൂടുതലായിരിക്കും, അവിടെയാണ് പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയും. ദെൻ ഈ പ്ലൂട്ടോണിക് റോക്കിനേക്കാളും ഡെപ്ത് കുറവാണ്, അതായത് ഷാലോ ഡെപ്ത് ആണെങ്കിൽ അതിനെ ഹൈപ്പാബൈസൽ എന്ന് പറയും. ഓക്കെ, ഇതാണ് എർത്ത് സർഫേസ്. ദെൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കൺസിഡറബിൾ ഡെപ്ത് ആണെങ്കിൽ അവിടെ പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയുന്നു. ദെൻ ഷാലോ ഡെപ്ത് ആണെങ്കിൽ ഹൈപ്പാബൈസൽ എന്ന് പറയുന്നു. ദെൻ എർത്ത് സർഫേസിൽ തന്നെയാണെങ്കിൽ അതിനെ വോൾക്കാനിക് റോക്ക് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ പ്ലൂട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂളിംഗ് ഓഫ് മാഗ്മ അറ്റ് കൺസിഡറബിൾ ഡെപ്ത് ആണ്. കൺസിഡറബിൾ ഡെപ്ത് ഫ്രം ദ എർത്ത് സർഫേസ് ആണ്. ദെൻ ഈ പ്ലൂട്ടോണിക് റോക്ക് ഒരു കോഴ്സ്ലി ഗ്രെയിൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ഈ പ്ലൂട്ടോണിക് റോക്ക് കോഴ്സ്ലി ഗ്രെയിൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും, അതായത് നമ്മൾ താഴോട്ട് പോകും തോറും കോഴ്സ്ലി ആയിട്ടായിരിക്കും നമുക്ക് സ്റ്റോൺസ് അല്ലെങ്കിൽ റോക്ക് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം കോഴ്സ്ലി ഗ്രെയിൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും പ്ലൂട്ടോണിക് റോക്ക്. ദെൻ അതിൻ്റെ എക്സാമ്പിളാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഒരു സ്റ്റോണിൻ്റെ ടോപ്പിക്കിൽ എല്ലാ എക്സാമ്പിളും നിങ്ങൾ തറവായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാമിൽ നിങ്ങൾ എല്ലാ എക്സാം എടുത്തു കഴിഞ്ഞാലും സ്റ്റോണിൻ്റെ ചാപ്റ്ററിൽ നിന്ന് എക്സാമ്പിൾ ചോദിക്കുന്നതാണ്. നമുക്ക് പ്ലൂട്ടോണിക് റോക്കിൻ്റെ എക്സാമ്പിൾ പഠിക്കാം. പ്ലൂട്ടോണിക് റോക്കിൻ്റെ മെയിനായിട്ടുള്ള എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്. ഓക്കെ, മെയിനായിട്ടുള്ള എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്. ദെൻ ബാക്കി എക്സാമ്പിൾ നോക്കാം. ഗാബ്രോ, സയനൈറ്റ്, ഡയറൈറ്റ്, പെഗ്മറ്റൈറ്റ്. ഓക്കെ, ഏതൊക്കെയാണ്? ഗ്രാനൈറ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. ദെൻ ബാക്കി എക്സാമ്പിൾ ഗാബ്രോ, സയനൈറ്റ്, ഡയറൈറ്റ്, പെഗ്മറ്റൈറ്റ്. ഓക്കെ,
ഇത്രയും നിങ്ങൾ ഈ ഗ്രാനൈറ്റ് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. ബാക്കിയുള്ള എക്സാമ്പിളൂടെ ഒന്ന് വായിച്ച് ഓർത്ത് വെച്ചിരിക്കുക. അത് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചെന്ന് വരാം. ഓക്കെ, അപ്പോൾ പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറഞ്ഞാൽ കൂളിംഗ് ഓഫ് മാഗ്മ അറ്റ് കൺസിഡറബിൾ ഡെപ്ത് ഫ്രം ദ എർത്ത് സർഫേസ്, കോഴ്സ്ലി ഗ്രെയിൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ്. ദെൻ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗ്രാനൈറ്റ്, ഗാബ്രോ, സയനൈറ്റ്, ഡയറൈറ്റ്, പെഗ്മറ്റൈറ്റ്. ഓക്കെ, ഇനി 2 എക്സാമ്പിളൂടെ ഉണ്ട്. ലോക്കോലിത്ത് എന്ന് പറയും. ഓക്കെ, ലോക്കോലിത്ത്, അതുപോലെ സില്ല്, ദെൻ ഡൈക്സ്. ഓക്കെ, ഈ 3 എക്സാമ്പിളും ഇവിടെ പ്ലൂട്ടോണിക് റോക്കിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? ലോക്കോലിറ്റാണ്, LACO, LACO, ലാക്കോലിത്ത്, സില്ല്, ഡൈക്സ്. ഇപ്പോൾ ഈ 3 എക്സാമ്പിളൂടെ പ്ലൂട്ടോണിക്കിൽ വരുന്നതാണ്. ദെൻ അടുത്ത് നമുക്ക് നോക്കാം ഹൈപ്പാബൈസൽ റോക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഷാലോ ഡെപ്തിൽ കൂളിംഗ് നടന്ന് ഫോം ചെയ്യുന്നതിനാണ് ഹൈപ്പാബൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, കൂളിംഗ് ഓഫ് മാഗ്മ അറ്റ് ഷാലോ ഡെപ്തിൽ കൂളിംഗ് ഓഫ് മാഗ്മ നടന്ന് ഫോം ചെയ്യുന്നതിനെയാണ് ഹൈപ്പാബൈസൽ എന്ന് പറയുന്നത്. ഈ പ്ലൂട്ടോണിക്കിൽ കൂളിംഗ് കുറച്ച് സ്ലോ ആയിരിക്കും. ഓക്കെ, പ്ലൂട്ടോണിക്കിൽ കൂളിംഗ് കുറച്ച് സ്ലോ ആയിരിക്കും. ഹൈപ്പാബൈസലിൽ അതിനേക്കാളും കുറച്ച് ക്വിക്കസ്റ്റ് ആയിട്ടായിരിക്കും കൂളിംഗ് നടക്കുക. ഓക്കെ, അപ്പോൾ ഹൈപ്പാബൈസലിൽ കൂളിംഗ് ഓഫ് മാഗ്മ ഷാലോ ഡെപ്താണ്. ദെൻ പ്ലൂട്ടോണിക്കിൽ നമ്മൾ പഠിച്ചു കോഴ്സ്ലി ഗ്രൈൻഡ് എന്ന് പഠിച്ചു. ഇവിടെ ഫൈനലി ഗ്രൈൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ഫൈനലി ഗ്രൈൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും ഹൈപ്പാബൈസൽ റോക്കിൽ നമുക്ക് കിട്ടുന്നത്. ഇതിന് ഒരു എക്സാമ്പിളേ ഉള്ളൂ. ഇതിന് എക്സാമ്പിളാണ് ഡോളറൈറ്റ്. ഓക്കെ, ഹൈപ്പാബൈസലിൽ നമുക്ക് ഒരു എക്സാമ്പിൾ മാത്രമേ പഠിക്കാനുള്ളൂ, അതാണ് ഡോളറൈറ്റ്. ഓക്കെ, ഡോളറൈറ്റ്. ദെൻ അടുത്തതാണ് വോൾക്കാനിക് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സർഫേസിൽ എന്ന് പറഞ്ഞു. ഓക്കെ, കൂളിംഗ് ഓഫ് മാഗ്മ അറ്റ് എർത്ത് സർഫേസാണ് വോൾക്കാനിക് റോക്ക് ഫോം ചെയ്യുന്നത്. ഇത് എക്സ്ട്രീംലി ഫൈൻ ഗ്രൈൻഡ് നോൺ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെത് എക്സ്ട്രീംലി ഫൈൻ ഗ്രൈൻഡ് ആയിരിക്കും. ദെൻ ഇവിടെ നമ്മൾ റാപ്പിഡ് കൂളിംഗ് ആയിരിക്കും നടക്കുക. ഓക്കെ, എർത്ത് സർഫേസിലായതുകൊണ്ട് തന്നെ മാഗ്മ റാപ്പിഡ് കൂളിംഗ് ആയിരിക്കും നടക്കുന്നത്. ഈ വോൾക്കാനിക് റോക്കാണ് നമ്മൾ ഓർണമെൻ്റൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓർണമെൻ്റൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നത് വോൾക്കാനിക് റോക്കാണ്. ഇവിടെയും എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ടുള്ള എക്സാമ്പിൾ ബസാൾട്ടും ട്രാപ്പുമാണ്. ഓക്കെ, വോൾക്കാനിക് റോക്കിൻ്റെ മെയിനായിട്ടുള്ള എക്സാമ്പിൾ വരുന്നത് ബസാൾട്ട്, ട്രാപ്പ്. ദെൻ ബാക്കി നോക്കാം, പിമിസ്റ്റോൺ ഉണ്ട്, ഒബ്സീഡിയൻ ഉണ്ട്. ഓക്കെ, ഒബ്സീഡിയൻ ഉണ്ട്. ഇത്ര എക്സാമ്പിളോട് നോക്കി വെച്ചിരിക്കുക. വീണ്ടും പറയുന്നത് എക്സാമ്പിളാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ കൂടെ ഓരോ റോക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുകൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പം പ്ലൂട്ടോണിക് റോക്ക് പറഞ്ഞു. പ്ലൂട്ടോണിക് റോക്ക് എങ്ങനെയാണ്? പ്ലൂട്ടോണിക് റോക്ക് കൺസിഡറബിൾ ഡെപ്തിലാണ് ഫോം ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗ്രാനൈറ്റ്, ഗാബ്രോ, സയനൈറ്റ്, ഡയറൈറ്റ്, പെഗ്മറ്റൈറ്റ്. ദെൻ ഹൈപ്പാബൈസലിൽ പറഞ്ഞു കൂളിംഗ് ഓഫ് മാഗ്മ അറ്റ് ഷാലോ ഡെപ്ത്. ഈ വേർഡുകൾ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഷാലോ ഡെപ്ത്, കൺസിഡറബിൾ ഡെപ്ത്, എർത്ത് സർഫേസ്. ഓക്കെ, ഹൈപ്പാബൈസലിൽ ഷാലോ ഡെപ്തിലാണ്. എക്സാമ്പിൾ വരുന്നത് ഡോളറൈറ്റ് ആണ്. ദെൻ വോൾക്കാനിക്സ് റോക്ക് വരുന്നത് കൂളിംഗ് ഓഫ് മാഗ്മ അറ്റ് എർത്ത് സർഫേസ് ആണ്. ദെൻ എക്സാമ്പിൾ ബസാൾട്ട്, പ്യൂമിക് സ്റ്റോൺ, ട്രാപ്പ്, ഒബ്സീഡിയൻ. ഓക്കെ, ദെൻ ഇതിന് നമ്മൾ ഈ പ്ലൂട്ടോണിക് റോക്കും ഹൈപ്പാബൈസൽ റോക്കും എർത്ത് സർഫേസിന് ബിലോ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലൂട്ടോണിക്കിനെയും ഹൈപ്പാബൈസലിനെയും ഇൻട്രൂസീവ് ഇഗ്നീസ് റോക്ക് എന്നും പറയാറുണ്ട്. എന്താണ് ഇൻട്രൂസീവ് എന്ന് പറഞ്ഞാൽ ഫോംഡ് ഇൻസൈഡ്. ഓക്കെ, ഇൻസൈഡ്, അതായത് എർത്ത് സർഫേസിൻ്റെ അകത്താണ് ഫോം ചെയ്യുന്നത്. എർത്ത് സർഫേസിൻ്റെ ബിലോയ്ക്കായിട്ടാണ് ഫോം ചെയ്യുന്നത്. സോ അതിനെ ഇൻട്രൂസീവ് എന്ന് പറയുന്നു. ദെൻ ഔട്ട്സൈഡ് ഫോം ചെയ്യുന്ന, അതായത് എർത്ത് സർഫേസിൽ തന്നെ ഫോം ചെയ്യുന്ന വോൾക്കാനിക്കിനെ നമ്മൾ എക്സ്ട്രൂസീവ് എന്ന് പറയുന്നു. എക്സ്ട്രൂസീവ് റോക്ക്, ഇഗ്നീസ് റോക്ക് എന്ന് പറയും. അപ്പോൾ ഇൻട്രൂസീവും എക്സ്ട്രൂസീവും ആ 2 വേർഡൂടെ ഓർത്ത് വെച്ചിരിക്കുക. ദെൻ അടുത്തത് നമുക്ക് ഈ മിനറൽസ്, അതായത് ഇഗ്നേസ് റോക്കിൽ മിനറൽസ് നോക്കാനുണ്ട്. ഓക്കെ, ഇഗ്നേസ് റോക്കിൽ മിനറൽസ് നോക്കണം. ആദ്യത്തത് സർപ്പൻറ്റൈൻ. ഓക്കെ, സർപ്പൻറ്റൈൻ, ഓഗൈറ്റ്, ഒലിവൈൻ, പ്ലാജിയോഗ്ലൈസ്, മൈക്ക, കോഡ്സ്, ക്ലോറൈറ്റ്, ഹോൺബ്ലെൻഡ്, ഫെൽസ്പാർ. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു. സർപ്പൻറ്റൈൻ, ഓഗൈറ്റ്, ഒലിവൈൻ, പ്ലാജിയോഗ്ലൈസ്, മൈക്ക, കോഡ്സ്, ക്ലോറൈറ്റ്, ഹോൺബ്ലെൻഡ്, ഫെൽസ്പാർ. ഓക്കെ, ഇവിടെ ഈ ഓഗൈറ്റിന് വേറൊരു പേരിട്ടുണ്ട്. പൈറോക്സിൻ എന്നൂടെ ഓഗൈറ്റിന് അറിയപ്പെടുന്നു. ഓക്കെ, പൈറോക്സിൻ എന്നൂടെ ഓഗൈറ്റിനെ അറിയപ്പെടുന്നു. ദെൻ മൈക്ക നമുക്ക് 2 തരം ഉണ്ട്. ബ്ലാക്ക് മൈക്കയുണ്ട്, വൈറ്റ് മൈക്കയുണ്ട്. ഓക്കെ, ബ്ലാക്ക് മൈക്കയുണ്ട്, വൈറ്റ് മൈക്കയുണ്ട്. ബ്ലാക്ക് മൈക്കയെ നമ്മൾ ബയോടൈറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ബ്ലാക്ക് മൈക്കയെ ബയോടൈറ്റ് എന്ന് പറയുന്നു. ദെൻ വൈറ്റ് മൈക്കയെ മസ്കോവൈറ്റ് എന്ന് പറയുന്നു. വൈറ്റ് മൈക്കയെ
മസ്കോ വൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 ടൈം കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പം ഇഗ്നിയസ് റോക്കിലെ മിനറൽസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? സെർപ്പൻറ്റൈൻ, ഓഗൈറ്റ്, ഒലിവൈൻ, പ്ലാജിയോഗ്ലൈസ്, മൈക്ക, കോഡ്സ്, ക്ലോറൈറ്റ്, ഹോൺബ്ലെൻഡ്, ഫെൽസ്പാർ. ഇത് നിങ്ങൾ ഈ ആദ്യത്തെ ലെറ്റേഴ്സ് ഇല്ലേ, SAOPMQ, ആ ഒരു കോഡ് വെച്ചിട്ട് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇതൊരു കോഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്കിങ്ങനെ എടുക്കാടാ, SOAPMCQFH, ഈ ഒരു കോഡിൽ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, സോപ്പ്, MCQFH. S എന്ന് പറഞ്ഞാൽ സെർപ്പൻറ്റൈൻ, O ഒലിവൈൻ, A ഓഗൈറ്റ്, P ഏതാണ്? പ്ലാജിയോഗ്ലൈസ് ആണ്, M മൈക്ക, C ക്ലോറൈറ്റ്, Q കോഡ്സ്, F ഫെൽസ്പാർ, H ഹോൺബ്ലെൻഡ്. ഓക്കെ, ആ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഇഗ്നിയസ് റോക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇഗ്നിയസ് റോക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? കൂളിംഗ് ഓഫ് മാഗ്മ അല്ലെങ്കിൽ സോളിഡിഫിക്കേഷൻ ഓഫ് മാഗ്മയാണ്. ദെൻ കൂളിങ്ങിൻ്റെ ബേസിൽ നമ്മൾ പ്ലൂട്ടോണിക് റോക്ക് എന്നും ഹൈബാബൈസൽ എന്നും വോൾക്കാനിക് എന്നും ക്ലാസിഫൈ ചെയ്തു. ദെൻ ഇഗ്നിയസ് റോക്കിൻ്റെ മിനറൽസ് നമ്മൾ പഠിച്ചു. ഓക്കെ, ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ ഇഗ്നിയസ് റോക്ക്. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ തന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് സെഡിമെൻ്ററി റോക്ക്. ആദ്യത്താണ് ഇഗ്നിയസ് റോക്ക്, സെഡിമെൻ്ററി റോക്ക്, മെറ്റമോർഫിക് റോക്ക്. ഇഗ്നിയസ് റോക്ക് നമ്മൾ നോക്കി. ദെൻ അടുത്ത് സെഡിമെൻ്ററി റോക്ക് നോക്കണം. സെഡിമെൻ്ററി റോക്ക് എന്ന് പറഞ്ഞാൽ അതായത് ഡെപ്പോസിഷൻ ഓഫ് വെതറിങ് പ്രോഡക്റ്റ് ഓൺ പ്രീ എക്സിസ്റ്റിംഗ് റോക്ക്. അതായത് നേരത്തെയുള്ള പ്രീ എക്സിസ്റ്റിംഗ് റോക്കിൻ്റെ ഡസ്റ്റൊക്കെ വീണിട്ട് അവിടെ ഡെപ്പോസിഷൻ സംഭവിച്ച് ഫോം ചെയ്യുന്ന റോക്കിനെയാണ് എന്തോന്ന് പറയുന്നത്? സെഡിമെൻ്ററി റോക്ക്. ഓക്കെ, ഫോംഡ് ബൈ ഡെപ്പോസിഷൻ ഓഫ് വെതറിങ് പ്രോഡക്റ്റ് ഓൺ പ്രീ എക്സിസ്റ്റിംഗ് റോക്ക്. പ്രീ എക്സിസ്റ്റിംഗ് റോക്കിൻ്റെ ഡെപ്പോസിഷൻ സംഭവിച്ചിട്ടാണ് ഈ സെഡിമെൻ്ററി റോക്ക് ഫോം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ വിൻഡ് അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ഈ നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വഴി ട്രാൻസ്പോർട്ടേഷൻ സംഭവിച്ച് ഡെപ്പോസിഷനിലൂടെ ഫോം ചെയ്യുന്ന റോക്കിനെയാണ് സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നത്. സെഡിമെൻറ്റേഷൻ സംഭവിക്കും സെഡിമെൻ്ററി റോക്കിനെ, അങ്ങനത്തെ റോക്കിനെയാണ് സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നത്. ഇത് ഇവിടെ പറയുന്നത് ട്രാൻസ്പോർട്ടഡ് എവേ ഫ്രം പ്ലേസ് ഓഫ് ഒറിജിൻ ബൈ ഫ്രോസ്റ്റ്, റെയിൻ, വിൻഡ്, വാട്ടർ എക്സെട്ര. ഫ്രോസ്റ്റിലൂടെയും റെയിനിലൂടെയും വിൻഡിലൂടെയും വാട്ടറിലൂടെയൊക്കെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ ഡെപ്പോസിഷൻ സംഭവിച്ചിട്ടാണ് ഈ സെഡിമെൻ്ററി റോക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ സെഡിമെൻ്ററി റോക്കിൻ്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്? ലൈം സ്റ്റോൺ ഉണ്ട്. ഓക്കെ, ലൈം സ്റ്റോൺ ഉണ്ട്, സാൻഡ് സ്റ്റോൺ ഉണ്ട്, ലിഗ്നൈറ്റ് ഉണ്ട്, ഗ്രാവലുണ്ട്, ജിപ്സം ഉണ്ട്, ദെൻ ഷെയിലുണ്ട്, കാങ്കർ. ദെൻ അടുത്ത രണ്ടെണ്ണമാണ് ബ്രീസിയ, ചാക്ക്. ഓക്കെ, ഇവിടെ ഷെയിലിൻ്റെ മറ്റൊരു പേരാണ് മഡ് സ്റ്റോൺ. ആ ഒരു പേരോട് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ സെഡിമെൻ്ററി റോക്കിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലൈം സ്റ്റോണ്, സാൻഡ് സ്റ്റോണ്, ലിഗ്നൈറ്റ്, ഗ്രാവല്, ജിപ്സം, ഷെയില് അല്ലെങ്കിൽ മഡ് സ്റ്റോൺ, കാങ്കർ, ബ്രീസിയ, ദെൻ ചാക്ക്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ലൈം ടൊഫ എന്നൊരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ലൈം TUFFA ആണ് ലൈം ടൊഫ. ഓക്കെ, ആ ഒരു എക്സാമ്പിൾ നോക്കി വെച്ചിരിക്കുക. ദെൻ ഇവിടെ സെഡിമെൻ്ററി റോക്കിൻ്റെ മറ്റൊരു പേരാണ് അക്വേഷ്യസ് എന്നറിയപ്പെടുന്നു. ഓക്കെ, അക്വീസ് റോക്ക് എന്നറിയപ്പെടുന്നു. ദെൻ അതേപോലെ നമ്മുടെ ഇഗ്നീസ് റോക്കിനും മറ്റൊരു പേരുണ്ട്. ഇഗ്നീസ് റോക്കിനും മറ്റൊരു പേരാണ് ഓക്കെ, ഇഗ്നീസ് റോക്കിൻ്റെ മറ്റൊരു പേരാണ് ഇറപ്റ്റീവ് റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇറപ്റ്റീവ്. ഓക്കെ, ഇഗ്നീസ് റോക്കിൻ്റെ മറ്റൊരു പേരാണ് ഇറപ്റ്റീവ് റോക്ക്. അതേപോലെ സെഡിമെൻ്ററി റോക്കിൻ്റെ മറ്റൊരു പേരാണ് എന്തോന്ന്? അക്വീസ് റോക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് സെഡിമെൻ്ററിയിലോട്ട് വരാം. സെഡിമെൻ്ററി റോക്ക് ഞാൻ പറഞ്ഞു ഡെപ്പോസിഷൻ സംഭവിച്ചിട്ടാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി എങ്ങനത്തെ തരത്തിലാണ് ഡെപ്പോസിഷൻ സംഭവിക്കുന്നത് നോക്കാം. ഈ ഡെപ്പോസിഷൻ്റെ ബേസിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 4 ക്ലാസിഫിക്കേഷൻ ഉണ്ടടാ. റെസിഡ്യുവൽ ഡെപ്പോസിറ്റ് ഉണ്ട്. ഓക്കെ, റെസിഡ്യുവൽ ഡെപ്പോസിറ്റ് ഉണ്ട്, കെമിക്കൽ ഡെപ്പോസിറ്റ് ഉണ്ട്, സെഡിമെൻ്ററി ഡെപ്പോസിറ്റ് ഉണ്ട്, ഓർഗാനിക് ഡെപ്പോസിറ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. റെസിഡ്യുവൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റോണിൻ്റെ ഡസ്റ്റൊക്കെ ഒരു സ്റ്റോണിൻ്റെ ഡസ്റ്റിന് ഡെപ്പോസിഷൻ സംഭവിച്ചിട്ടായിരിക്കും ഈ സെഡിമെൻ്ററി റോക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഈ സ്റ്റോണിൻ്റെ ഡസ്റ്റ് അതിൻ്റെ ഒറിജിനിൽ തന്നെ കിടന്നിട്ട് അവിടെ നിന്ന് ഡെപ്പോസിഷനിലൂടെ ഉണ്ടാകുന്ന ഫോമിനെയാണ് റെസിഡ്യുവൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയുന്നത് റെസിഡ്യുവൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒറിജിനിൽ തന്നെ, ആ സ്റ്റോണിൻ്റെ ഒറിജിനിൽ തന്നെ കിടന്ന് ഡെപ്പോസിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ റെസിഡ്യുവൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നു. ദെൻ കെമിക്കൽ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സോലുബിൾ പ്രോഡക്റ്റ് ക്യാരി എവേ ഇൻ സൊല്യൂഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ വാട്ടർ, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡസ്റ്റൊക്കെ വാട്ടറായിട്ട് മിക്സായി അല്ലെങ്കിൽ സാൾട്ടിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ
വാട്ടറുമായിട്ട് മിക്സായിട്ട് അതൊരു സൊല്യൂഷൻ രൂപത്തിലാവും. ഈ സൊല്യൂഷന് ട്രാൻസ്പോർട്ട് സംഭവിച്ചിട്ട് വീണ്ടും അവിടെ ഡെപ്പോസിഷൻ സംഭവിക്കും. ഈ ഡെപ്പോസിഷൻ സംഭവിക്കുന്നത് ഫിസിയോ കെമിക്കൽ പ്രോസസ്സിലൂടെ ആയിരിക്കും. അതായത് ഇവാപ്പറേഷൻ പോലുള്ള ഫിസിയോ കെമിക്കൽ പ്രോസസ്സിലൂടെയൊക്കെ ആയിരിക്കും ഈ സൊല്യൂഷന് ഡെപ്പോസിഷൻ സംഭവിക്കുന്നത്. അതായത് ഈ വാട്ടറും സാൾട്ടോടെ മിക്സായ സൊല്യൂഷൻ ഇല്ലേ, ആ സൊല്യൂഷന് ഫിസിയോ കെമിക്കൽ പ്രോസസ്സ് വഴിയൊക്കെ ആയിരിക്കും എവിടെയെങ്കിലും ഡെപ്പോസിഷൻ സംഭവിക്കുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്നതിനാണ് കെമിക്കൽ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കെമിക്കൽ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനായിട്ട് ഡെപ്പോസിഷൻ സംഭവിക്കും, സൊല്യൂഷനായിട്ട് ക്യാരി ചെയ്ത് പോയിട്ട് ഡെപ്പോസിഷൻ സംഭവിക്കുന്നതിനാണ് കെമിക്കൽ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് സെഡിമെൻ്ററി ഡെപ്പോസിഷൻ. ഓക്കെ, സെഡിമെൻ്ററി ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇൻസോലുബിൾ പ്രോഡക്റ്റ് ക്യാരീഡ് എവേ ഇൻ സസ്പെൻഷൻ. ഓക്കെ, അതായത് നമ്മൾ കെമിക്കലിൻ്റെ ഡെപ്പോസിഷനിൽ പറഞ്ഞ് സൊല്യൂഷൻ ആകുമെന്ന് പറഞ്ഞു, അതായത് വാട്ടറും സാൾട്ടുമായിട്ട് അതൊരു സൊല്യൂഷൻ ആവും. ദെൻ സെഡിമെൻ്ററിയിലോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു വാട്ടറും അല്ലെങ്കിൽ ഒരു സാൻഡുമായിട്ട് അത് മിക്സ് ആവത്തില്ല, അത് നമ്മൾ കുറേ നേരം കഴിഞ്ഞാൽ അത് വേർതിരിഞ്ഞാണ് കിടക്കും. ഓക്കെ, അതേപോലെ സസ്പെൻഷനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ സംഭവിച്ചിട്ട് ഡെപ്പോസിഷൻ ആകുന്നതിനെയാണ് സെഡിമെൻ്ററി ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇൻസോലുബിൾ പ്രോഡക്റ്റ് ക്യാരീഡ് എവേ ഇൻ സസ്പെൻഷൻ. ആ ഒരു സസ്പെൻഷനായിട്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ സംഭവിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഡെപ്പോസിഷൻ സംഭവിക്കുന്നതിനെയാണ് സെഡിമെൻ്ററി ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ടും മാറിപ്പോവില്ല. അപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് സസ്പെൻഷനിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സംഭവിച്ചിട്ട് ഉണ്ടാകുന്നത് ഏതാണ്? സെഡിമെൻ്ററി ഡെപ്പോസിഷൻ. സൊല്യൂഷൻ ആണെങ്കിൽ കെമിക്കൽ ഡെപ്പോസിഷൻ. ഓക്കെ, സൊല്യൂഷൻ ആണെങ്കിൽ സൊല്യൂഷനിലൂടെ ട്രാൻസ്പോർട്ടേഷൻ സംഭവിച്ചിട്ട് ഫിസിയോ കെമിക്കൽ പ്രോസസ്സിലൂടെയൊക്കെ ആയിരിക്കും ഡെപ്പോസിഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാതെ ഓർഗാനിക് ഡെപ്പോസിറ്റ്. ഓർഗാനിക് ഡെപ്പോസിറ്റ് വേറൊന്നുമല്ല, പ്രോഡക്ട്സ് ഓഫ് വെതറിങ് ഡെപ്പോസിറ്റ് ത്രൂ ഏജൻറ്റ് ലൈക്ക് ലിവിങ് ഓർഗാനിസം. ഓക്കെ, ലിവിങ് ഓർഗാനിസം വഴിയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ സംഭവിച്ചിട്ട് അവിടെ കിടന്ന് ഡെപ്പോസിഷൻ സംഭവിക്കുന്നതിനാണ് ഓർഗാനിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തോന്നൊക്കെ പഠിച്ചടാ? റെസിഡ്വൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റോണിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനലിൽ തന്നെ കിടന്ന് ഡെപ്പോസിഷൻ സംഭവിക്കുന്നതിനാണ് റെസിഡ്വൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. കെമിക്കൽ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ ആയതിനു ശേഷം ട്രാൻസ്പോർട്ടേഷൻ സംഭവിച്ചിട്ട് ഫിസിയോ കെമിക്കൽ പ്രോസസ്സ് വഴിയൊക്കെ ഡെപ്പോസിഷൻ സംഭവിക്കുന്നു, അതിനെയാണ് കെമിക്കൽ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ദെൻ സെഡിമെൻ്ററി ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സൊല്യൂഷൻ ആകുന്നില്ല, ഒരു സസ്പെൻഷനായിട്ട് തന്നെ ട്രാൻസ്പോർട്ട് ആകും. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വാട്ടറും സാൻഡും അല്ലെങ്കിൽ വാട്ടറും മണലും അത് തമ്മിൽ കറക്റ്റ് മിക്സ് ആവത്തില്ല, അത് വേർതിരിഞ്ഞ് തന്നെ കിടക്കും. ഓക്കെ, അതുപോലുള്ള സസ്പെൻഷനായിട്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ സംഭവിച്ചിട്ട് എവിടെയെങ്കിലും പോയി ഡെപ്പോസിഷൻ സംഭവിക്കുന്നതിനെയാണ് സെഡിമെൻ്ററി ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ദെൻ ഓർഗാനിക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഓർഗാനിസം വഴി ട്രാൻസ്പോർട്ടേഷൻ സംഭവിച്ചിട്ട് ഡെപ്പോസിഷൻ സംഭവിക്കുന്നതിനെയാണ് ഓർഗാനിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിൻ്റെ എക്സാമ്പിളൊക്കെ നോക്കി. ദെൻ അടുത്തത് സെഡിമെൻ്ററി റോക്കിൽ, നമ്മൾ ഇഗ്നിയസ് റോക്കിൽ നോക്കിയതുപോലെ തന്നെ സെഡിമെൻ്ററി റോക്കിൽ മിനറൽസ് ഉണ്ടടാ. സെഡിമെൻ്ററി റോക്കിലുള്ള മിനറൽസ് ആണടാ ഏതാണ്? കാൽസൈറ്റ്, മാഗ്നസൈറ്റ്, ലൈമോണൈറ്റ്, ഡോളമൈറ്റ്, ഗ്ലൂക്കോനൈറ്റ്, ജിപ്സം, ആൻഹൈഡ്രേറ്റ്. ഓക്കെ, ഇത്രയുണ്ട്. കാൽസൈറ്റ്, ഇത് നിങ്ങൾ ആദ്യത്തെ ലെറ്ററൊക്കെ നോക്കി കോഡൊക്കെ ഉണ്ടാക്കി വെച്ച് പഠിക്കുക. ഓക്കെ, കാൽസൈറ്റ്, മാഗ്നസൈറ്റ്, ലൈമോണൈറ്റ്, ഡോളമൈറ്റ്, ഗ്ലൂക്കോനൈറ്റ്, ജിപ്സം, ആൻഹൈഡ്രേറ്റ്. ഇത്രയാണ് മിനറൽസ് ഇൻ സെഡിമെൻ്ററി റോക്കിലുള്ള മിനറൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഇഗ്നേസ് റോക്ക് പഠിച്ചു, സെഡിമെൻ്ററി റോക്ക് പഠിച്ചു. ദെൻ അടുത്തതാണ് മെറ്റമോർഫിക് റോക്ക്. ഓക്കെ, മെറ്റമോർഫിക് റോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇഗ്നേസ് റോക്കിനും സെഡിമെൻ്ററി റോക്കിനും ക്യാരക്ടർ ചേഞ്ച് സംഭവിച്ചിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് എന്തോന്ന് പറയുന്നത്? മെറ്റമോർഫിക് റോക്ക്. ഈ ക്യാരക്ടർ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഹൈ ഹീറ്റിലൂടെയോ അല്ലെങ്കിൽ പ്രഷറിലൂടെയൊക്കെയുള്ള ക്യാരക്ടർ ചേഞ്ചിനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹീറ്റിംഗ് സംഭവിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ പ്രഷറിലൂടെയൊക്കെയുള്ള ക്യാരക്ടർ ചേഞ്ച് സംഭവിക്കുന്നത് മൂലമാണ് മെറ്റമോർഫിക് റോക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഫോംഡ് ബൈ ദ ചേഞ്ച് ഇൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് റോക്ക്. ഇഗ്നേസ് റോക്ക് ആൻഡ് സെഡിമെൻ്ററി റോക്സ് ആർ ചേഞ്ച്ഡ് ഇൻ ക്യാരക്ടർ when they are subjected to heat and pressure. The process is called metamorphism. ഓക്കെ, ഇങ്ങനെ ഒരു ക്യാരക്ടർ ചേഞ്ച്, അതായത് ഹീറ്റും ടെമ്പറേച്ചറും കാരണം ക്യാരക്ടർ ചേഞ്ച് സംഭവിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ മെറ്റമോർഫിസം എന്ന് പറയുന്നു. അങ്ങനെ ഫോം ചെയ്യുന്ന റോക്കിനെ മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ടൈപ്സ് ഓഫ് മെറ്റമോർഫിക് പഠിക്കാനുണ്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് മെറ്റമോർഫിക്സ് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തേതാണ് തെർമൽ മെറ്റമോർഫിസം. ഓക്കെ, തെർമൽ മെറ്റമോർഫിസം എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഹീറ്റ്, ആ പേരിൽ തന്നെയുണ്ട് തെർമൽ. ഓക്കെ, തെർമൽ എന്ന് പറഞ്ഞാൽ ആ ഡ്യൂ ടു ഹീറ്റാണ്. ദെൻ അടുത്ത കാറ്റാക്ലാസ്റ്റിക് മെറ്റമോർഫിസം എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു പ്രഷറാണ്. ഓക്കെ, കാറ്റാക്ലാസ്റ്റിക് മെറ്റമോർഫിസം എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു പ്രഷറാണ്. ദെൻ ഡൈനാമോ തെർമൽ മെറ്റമോർഫിസം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയുണ്ട്? ഹീറ്റും ഉണ്ട്, സ്ട്രെസ്സും ഉണ്ട്. ഡ്യൂ ടു ഹീറ്റ് ആൻഡ് സ്ട്രെസ് മൂലമാണ് ഡൈനാമോ തെർമൽ മെറ്റമോർഫിസം നടക്കുന്നത്. ദെൻ പ്ലൂട്ടോണിക് മെറ്റമോർഫിസം എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഹീറ്റ് ആൻഡ് പ്രഷർ. ഓക്കെ,
പ്ലൂട്ടോണിക് മെറ്റമോർഫിസം. പ്ലൂട്ടോണിക്കിൽ പി ഉണ്ട്, സോ പ്രഷർ കൂടെ അതിൽ വരും. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഹീറ്റ് ആൻഡ് പ്രഷർ. ദെൻ ഈ ഡൈനാമോ തെർമലാണെങ്കിലോ തെർമലുണ്ട്, തെർമൽ ഉള്ളതുകൊണ്ട് ഹീറ്റ് ഉണ്ട്, സോ ഡൈനാമോയിൽ സ്ട്രെസ് കൊടുക്കണം. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. നമ്മൾ പണ്ടത്തെ സൈക്കിളിൻ്റെ ഡൈനാമോയിൽ, ആ ഡൈനാമോയിൽ നമ്മൾ സ്ട്രെസ് കൊടുത്ത് ചവിട്ടിയാലേ അത് കറങ്ങി ഡൈനാമോ വർക്കാകത്തുള്ളൂ. ഓക്കെ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർമ്മിച്ച് വച്ചിരിക്കുക. ഓക്കെ, ഡൈനാമോ തെർമൽ എന്ന് പറഞ്ഞാൽ ഹീറ്റും സ്ട്രെസ്സും എന്ന് ഓർക്കുക. പ്ലൂട്ടോണിക് മെറ്റമോർഫിസം എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഹീറ്റ് ആൻഡ് പ്രഷർ എന്ന് ഓർക്കുക. ദെൻ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണ് അടുത്ത്. മെറ്റമോർഫിക് റോക്കിൻ്റെ എക്സാമ്പിളാണ് വരുന്നത്. നീസ് ഉണ്ട്, മാർബിളുണ്ട്, കോഡ്സൈറ്റ് ഉണ്ട്, ഷിസ്റ്റ് ഉണ്ട്, ലാറ്ററൈറ്റ് ഉണ്ട്, സ്ലാറ്റ് ഉണ്ട്, ദെൻ ഫൈലൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെറ്റമോർഫിക് റോക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇഗ്നിയസ് റോക്കിനും സെഡിമെൻ്ററി റോക്കിനും ക്യാരക്ടർ ചേഞ്ച് സംഭവിച്ചിട്ടാണ് ഈ മെറ്റമോർഫിക് റോക്ക് ഫോം ചെയ്യുന്നതെന്ന് പറയും. ഇതിൽ നീസ് ഫോം ചെയ്യുന്നത് ഗ്രാനൈറ്റിന് ക്യാരക്ടർ ചേഞ്ച് സംഭവിച്ചിട്ടാണ് നീസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, നീസ് ഫോം ചെയ്യുന്നത് ഗ്രാനൈറ്റിന് ക്യാരക്ടർ ചേഞ്ച് സംഭവിച്ചിട്ടാണ് നീസ് ഫോം ചെയ്യുന്നത്. ദെൻ മാർബിൾ ആണെങ്കിൽ ലൈംസ്റ്റോണിന് ക്യാരക്ടർ ചേഞ്ച് സംഭവിച്ചിട്ടാണ് ഏത് ഫോം ചെയ്യുന്നത്? മാർബിൾ ഫോം ചെയ്യുന്നത്. ദെൻ സാൻഡ് സ്റ്റോണിന് ക്യാരക്ടർ ചേഞ്ച് സംഭവിച്ചിട്ടാണ് കോഡ്സൈറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സാൻഡ് സ്റ്റോണിന് ക്യാരക്ടർ ചേഞ്ച് സംഭവിച്ചിട്ടാണ് കോഡ്സൈറ്റ് ഫോം ചെയ്യുന്നത്. ദെൻ ഷിസ്റ്റും ലാറ്ററൈറ്റും ആണെങ്കിൽ ബസാൾട്ടും ട്രാപ്പും. ഓക്കെ, ബസാൾട്ടും ട്രാപ്പിനും ക്യാരക്ടർ ചേഞ്ച് സംഭവിച്ചിട്ടാണ് ഷിസ്റ്റും ലാറ്ററൈറ്റ് ഫോം ചെയ്യുന്നത്. ദെൻ സ്ലേറ്റ് വരുന്നത് ഷെയിലിന്. ഓക്കെ, ഷെയിലിന് ക്യാരക്ടർ ചേഞ്ച് സംഭവിച്ചിട്ടാണ് സ്ലേറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് ക്യാരക്ടർ ചേഞ്ച് സംഭവിച്ചത്. ഇനി കോമൺ ആയിട്ടുള്ള മെറ്റമോർഫിക്കിൽ കോമൺ ആയിട്ടുള്ള എക്സാമ്പിളാണ് ഫൈലൈറ്റും ഉണ്ട്. ദെൻ ഒന്നുകൂടെ ഉണ്ട് മൂറം. ഓക്കെ, ഫൈലൈറ്റും മൂറും കോമൺ ആയിട്ടുള്ള മെറ്റമോർഫിക്കിൽ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ക്യാരക്ടർ ചേഞ്ച് അത് സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഗ്രാനൈറ്റിന് നീസാവും, ലൈംസ്റ്റോണ് മാർബിളാവും. ലൈംസ്റ്റോണിൽ എം ഉണ്ട്, സോ മാർബിൾ. ഓക്കെ, സാൻഡ് സ്റ്റോണിന് കോഡ്സൈറ്റാണ്, ബസാൾട്ടും ട്രാപ്പും ഷിസ്റ്റും ലാറ്ററൈറ്റും ആവും. ദെൻ ഷെയിൽ സ്ലേറ്റ് ആവും. പിന്നെ കോമൺ ആയിട്ടുള്ള മെറ്റമോർഫിക്കിൽ കോമൺ ആയിട്ടുള്ള എക്സാമ്പിളാണ് ഫൈലൈറ്റും മൂറവും. ഓക്കെ, ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചിട്ടുക. അപ്പോൾ നമ്മൾ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ദെൻ അടുത്തതാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? സ്ട്രാറ്റിഫൈഡ് റോക്ക് ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഫോളിയേറ്റഡ് റോക്ക് ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറഞ്ഞാലടാ ഒരു ലെയർ പോലെയൊക്കെ കാണും. ഓക്കെ, ലെയർ കാണും, ഡിഫൈനൈറ്റ് ലെയർ അല്ലെങ്കിൽ സ്ട്രാറ്റിഫിക്കേഷൻ കാണും. അതിന് നമുക്ക് ഈസിലി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അതായത് ഇതാണ് സ്ട്രാറ്റിഫൈഡ് റോക്കിൻ്റെ ഫിഗർ. ഓക്കെ, ഇതാണ് സ്ട്രാറ്റിഫൈഡ് റോക്കിൻ്റെ ഫിഗർ. ഇതേപോലെ ലെയേഴ്സ് ഇങ്ങനെ ഉണ്ടാകും സ്ട്രാറ്റിഫൈഡ് റോക്കിൽ. ഓക്കെ, അതേപോലെ സ്ട്രാറ്റിഫൈഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, ഓരോ ലെയേഴ്സ് കാണും. സോ നമുക്കതിന് ഈസിലി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാൻ കഴിയും. അങ്ങനത്തെ തന്നെയാണ് സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ്, എല്ലാത്തിനും എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമ്പിൾ പഠിക്കണം. സ്ട്രാറ്റിഫൈഡ് റോക്കിൽ വരുന്ന എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലൈംസ്റ്റോണ്, സാൻഡ് സ്റ്റോണ്, ദെൻ അടുത്ത ഷെയിലുണ്ട്, സ്ലേറ്റ് ഉണ്ട്. ഓക്കെ, ഷെയിലും സ്ലേറ്റും കൂടെ സ്ട്രാറ്റിഫൈഡിൽ വരുന്ന എക്സാമ്പിളാണ്. ഓക്കെ, ഈ ലൈം സ്റ്റോണും സാൻഡ് സ്റ്റോണും നമ്മൾ നേരത്തെ കണ്ടു. അതേപോലെ ഷെയിൽ, ഇതൊക്കെ ഏതിൻ്റെ എക്സാമ്പിളാണ്? ലൈം സ്റ്റോണും സാൻഡ് സ്റ്റോണും ഒക്കെ സെഡിമെൻ്ററി റോക്കിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, സെഡിമെൻ്ററി റോക്കിലുള്ള ഏകദേശം എക്സാമ്പിളും ഈ സ്ട്രാറ്റിഫൈഡ് റോക്കിൽ വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സെഡിമെൻ്ററി റോക്കിൽ വരുന്നതാണ് ലൈം സ്റ്റോൺ, സാൻഡ് സ്റ്റോൺ, ഷെയിൽ. ഈ സ്ലേറ്റ് എവിടെയാണ് വരുന്നത്? സ്ലേറ്റ് മെറ്റമോർഫിക്കിൽ വരുന്നതാണ്. ഓക്കെ, സെഡിമെൻ്ററി റോക്കിൽ വരുന്ന എക്സാമ്പിളും ഈ സ്ട്രാറ്റിഫൈഡ് റോക്കിൽ വരും. ദെൻ അതുപോലെ സ്ലേറ്റ് എന്ന പേരോട് ഓർത്ത് വെച്ചിരിക്കുക. സ്ലേറ്റും ഈ മെറ്റമോർഫിക്കിലും വരും, സ്ട്രാറ്റിഫൈഡിലും വരും. അതുപോലെയാണ് ലൈം സ്റ്റോണും സാൻഡ് സ്റ്റോണും ഒക്കെ സെഡിമെൻ്ററിയിലും വരും, ഈ സ്ട്രാറ്റിഫൈഡ് റോക്കിലും വരും. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് പൊസസ്സസ് എ ഡിഫൈനൈറ്റ് പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. ഓരോ ലെയറായിട്ടാണ് നമുക്ക് ഇങ്ങനെ കാണപ്പെടുന്നത്. അത് നമുക്ക് ഈസിലി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തതാണ് അൺസ്ട്രാറ്റിഫൈഡ് റോക്ക്. അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ട്രാറ്റിഫൈഡ് പറഞ്ഞ പോലെ ലെയറൊന്നും കാണത്തില്ല. അത് നല്ല കോമ്പാക്റ്റ് ആയിട്ട് പ്ലെയിൻ പോലെ ഇരിക്കും. അതായത് നല്ല ഫിനിഷല്ല, ലെയർ കാണത്തില്ല, എന്നാലും നല്ല കോമ്പാക്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ ഒരു സ്ട്രക്ചറാണ് അൺസ്ട്രാറ്റിഫൈഡ് റോക്കിനുള്ളത്. അത് കോമ്പാക്റ്റ് ആൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, കോമ്പാക്റ്റ് ആൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും ഏതിനെയും അൺസ്ട്രാറ്റിഫൈഡ് റോക്ക്. അതിന് ഇഗ്നിയസ് റോക്കിൻ്റെ എക്സാമ്പിളുകൾ ഈ അൺസ്ട്രാറ്റിഫൈഡ് റോക്കിൽ വരും. ഓക്കെ, ഇഗ്നിയസ് റോക്കിൻ്റെ എക്സാമ്പിളുകൾ അൺസ്ട്രാറ്റിഫൈഡിൽ വരും. അതിനോടൊപ്പം വേറെ 1-2 എക്സാമ്പിളുണ്ട്. നമുക്ക് എക്സാമ്പിളായിട്ട് ഇതിൽ പറയുന്നത് ഗ്രാനൈറ്റ് മാർബിളുമാണ്. ഓക്കെ, മാർബിൾ ഏതിലാണ് വരുന്നത്? മാർബിൾ മെറ്റമോർഫിക് റോക്കിലാണ് വരുന്നത്. ഗ്രാനൈറ്റ് ഇഗ്നീസ് റോക്കിലാണ് വരുന്നത്. ഇഗ്നീസ് റോക്കിലുള്ള മിക്ക എക്സാമ്പിളും ഈ അൺസ്ട്രാറ്റിഫൈഡിൽ വരും. കാരണം ഇഗ്നീസ് റോക്കും ഇതേപോലെ കോമ്പാക്റ്റ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോണാണ് ഇഗ്നീസ് റോക്കും.
ഓക്കെ, അപ്പോൾ സ്ട്രാറ്റിഫൈഡ് പറഞ്ഞു, അൺസ്ട്രാറ്റിഫൈഡ് പറഞ്ഞു. ദെൻ ഫോളിയേറ്റഡിൽ പോകാം. ഫോളിയേറ്റഡ് എന്ന് പറയുമ്പോൾ ഓരോ ലെയർ കാണും. ഓക്കെ, ഇതാണ് ഫോളിയേറ്റഡ്. ഓക്കെ, ഇതാണ് ഫോളിയേറ്റഡ് റോക്ക്. ഫോളിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇതേപോലെ ഒരു പ്രത്യേകിച്ച് ഈ ഫിഗറിൽ കാണുന്ന പോലത്തെ ഒരു ലേയേഴ്സ് കാണും, പക്ഷേ അതിനൊരു ഡിഫൈനഡ് ഡയറക്ഷനിലൂടെ സ്പ്ലിറ്റ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. ഓക്കെ, ഫോളിയേറ്റഡ് റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫൈനഡ് ഡയറക്ഷനിലൂടെ സ്പ്ലിറ്റ് ആവാനുള്ള ടെൻഡൻസി കാണിക്കുന്നതാണ് ഫോളിയേറ്റഡ് റോക്ക്. അതിന് ഒരു ഒറ്റ എക്സാമ്പിളായിട്ട് പറയുന്നുള്ളൂ, നീസാണ്. ഓക്കെ, നീസാണ് അതിന് എക്സാമ്പിൾ. നീസ് നമ്മൾ നേരത്തെ എക്സാമ്പിളായിട്ട് പഠിച്ചത് എവിടെയാണ്? മെറ്റമോർഫിക് റോക്കിൽ ഗ്രാനൈറ്റിന് ക്യാരക്ടർ ചേഞ്ച് സംഭവിച്ചിട്ട് ഫോം ചെയ്യുന്നതാണ് നീസ്. ഓക്കെ, അപ്പോൾ നീസ് ഫോളിയേറ്റഡ് റോക്കിനും എക്സാമ്പിളാണ്, മെറ്റമോർഫിക് റോക്കിനും എക്സാമ്പിളാണ്. ഈ എക്സാമ്പിളുകൾ നിങ്ങൾ പഠിക്കേണ്ടത്, ഇപ്പം മാർബിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മാർബിൾ എടുക്കാം. മാർബിൾ നമ്മൾ എവിടെയൊക്കെ പഠിച്ചതാണ്? മാർബിൾ മെറ്റമോർഫിക് റോക്കിൽ പഠിച്ചു. ഓക്കെ, മാർബിൾ മെറ്റമോർഫിക് റോക്കിൽ പഠിച്ചു. ദെൻ അൺസ്ട്രാറ്റിഫൈഡ് റോക്കിലും മാർബിൾ പഠിച്ചു. സോ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇങ്ങനെ വരും, ബേസ്ഡ് ഓൺ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ മാർബിൾ ഈസ് ക്ലാസിഫൈഡ് ആസ്. അതേപോലെ ബേസ്ഡ് ഓൺ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ മാർബിൾ ഈസ് ക്ലാസിഫൈഡ് ആസ്. അതായത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഏത് കാറ്റഗറി വരും, ദെൻ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഏത് കാറ്റഗറി വരും. ഇതുപോലെ കെമിക്കൽ ക്ലാസിഫിക്കേഷനും ഉണ്ട്. ഇത് മൂന്നിനും കോമൺ ആയിട്ട് വരുന്ന എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. സോ അത് മൂന്നും ഏതിലൊക്കെ വരുന്നുവെന്ന് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. മാർബിൾ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ എവിടെ വരും? മാർബിൾ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ മെറ്റമോർഫിക്കിൽ വരും. ദെൻ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ മാർബിൾ എവിടെ വരും? അൺസ്ട്രാറ്റിഫൈഡ് റോക്കിൽ മാർബിൾ വരും. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. ഒരു ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ സ്ട്രാറ്റിഫൈഡ് റോക്ക്, അൺസ്ട്രാറ്റിഫൈഡ്, ഫോളിയേറ്റഡ് കഴിഞ്ഞു. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷനാണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, കെമിക്കൽ ക്ലാസിഫിക്കേഷനിലും നമുക്കിതേപോലെ കാൽക്കാരിയസ് റോക്ക്, അർജിലേഷ്യസ് റോക്ക്, സിലീഷ്യസ് റോക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കാൽക്കാരിയസ് റോക്ക്, അർജിലേഷ്യസ് റോക്ക്, സിലീഷ്യസ് റോക്ക്. കാൽക്കാരിയസ് റോക്കിൽ കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് ഉണ്ടാവും. ഓക്കെ, കാൽസ്യം കാർബണേറ്റിൻ്റെ കണ്ടന്റ് ഉണ്ടാവും കാൽക്കാരിയസ് റോക്കിൽ. അതിന് എക്സാമ്പിളാണ് ലൈം സ്റ്റോണ്, സാൻഡ് സ്റ്റോണ്, മാർബിൾ. ഇവിടെയും മാർബിൾ വന്നു. ഓക്കെ, അപ്പോൾ മാർബിൾ എവിടെയൊക്കെ വരുന്നുണ്ട്? മാർബിൾ കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ കാൽക്കാരിയസിൽ വരുന്നുണ്ട്, ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ മെറ്റമോർഫിക്കിന് എക്സാമ്പിളാണ്, ദെൻ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ അൺസ്ട്രാറ്റിഫൈഡ് റോക്കിനും എക്സാമ്പിളാണ് മാർബിൾ. ഇതുപോലെ എല്ലാം വരുന്നുണ്ട്. സോ നിങ്ങൾ അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി കറക്റ്റായിട്ട് പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ചോദ്യ പേപ്പർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണും, ഉറപ്പാണ്. ഓക്കെ, നമുക്കടുത്ത് അർജിലേഷ്യസിലോട്ട് വരാം. അർജിലേഷ്യസിലാണെങ്കിൽ അതാ ക്ലേ ഓർ അലുമിനിയം കണ്ടന്റ് ഉണ്ടാവും. ഓക്കെ, അർജിലേഷ്യസ് റോക്ക് എന്ന് പറഞ്ഞാൽ ക്ലേ അല്ലെങ്കിൽ അലുമിനിയം കണ്ടന്റ് ഉണ്ടാവും. അതിന് എക്സാമ്പിളാണ് സ്ലേറ്റ്, ലാറ്ററൈറ്റ്. സ്ലേറ്റ് ഏതിൻ്റെ എക്സാമ്പിളാണ്? സ്ലേറ്റ് നമ്മൾ പഠിച്ചല്ലോ. സ്ലേറ്റ് ഏതിൻ്റെ എക്സാമ്പിളാണ്? സ്ലേറ്റ് മെറ്റമോർഫിക്, ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ മെറ്റമോർഫിക്കിന് എക്സാമ്പിളാണ് സ്ലേറ്റ്. ലാറ്ററൈറ്റ് എവിടെയാണ് വരുന്നത്? ലാറ്ററൈറ്റും എവിടെയാണ്? മെറ്റമോർഫിക്കിലാണ് വരുന്നത്. ഓക്കെ, അപ്പം സ്ലാറ്റും ലാറ്ററൈറ്റും ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ മെറ്റമോർഫിക്കിനും വരും. ദെൻ കെമിക്കലിൽ ഇവിടെ വരും, കെമിക്കലിൽ അർജിലേഷ്യസിൽ വരും. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം സിലീഷ്യസ് റോക്ക്. ഇപ്പോൾ സിലീഷ്യസ് റോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ആ പേരിൽ തന്നെയുണ്ട്, സിലിക്ക കണ്ടന്റ് അവിടെ ഉണ്ടാവും. ഓക്കെ, സിലിക്ക കണ്ടന്റ് ഉണ്ടാവും. അതിന് എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്, നീസ്, കോട്ട്സൈറ്റ്. ഓക്കെ, ഗ്രാനൈറ്റ്, നീഡ്സ്, കോട്ട്സൈറ്റ്. ദെൻ ഇവിടെ എക്സാമ്പിളായിട്ട് സാൻഡ് സ്റ്റോണും വരും. ഓക്കെ, സാൻഡ് സ്റ്റോണും സിലീഷ്യസ് റോക്കിന് എക്സാമ്പിളാണ്. അതായത് ഗ്രാനൈറ്റിൽ നിന്നാണ് നമുക്ക് നീസ് കിട്ടുന്നത്, ദെൻ സാൻഡ് സ്റ്റോണിൽ നിന്നാണ് നമുക്ക് കോട്ട്സൈറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് പഠിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ സിലീഷ്യസ് എന്ന് പറഞ്ഞാൽ സിലിക്ക കണ്ടന്റ് ഉണ്ടാവും. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗ്രാനൈറ്റ്, നീസ്, കോട്ട്സൈറ്റ്, സാൻഡ് സ്റ്റോൺ. ദെൻ അർജിലേഷ്യസ് ആണെങ്കിലോ, അർജിലേഷ്യസിൽ ഏതൊക്കെയാണ് എക്സാമ്പിൾ? സ്ലേറ്റ്, ലാറ്ററൈറ്റ്, ദെൻ ഷിസ്റ്റും കയോലിനൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഷിസ്റ്റ് ഒരു എക്സാമ്പിളിലുണ്ട്. ഓക്കെ, കയോലിനും അർജിലേഷ്യസ് റോക്കിന് എക്സാമ്പിളാണ്. അപ്പം അർജിലേഷ്യസ് റോക്കിൽ ക്ലേ അല്ലെങ്കിൽ അലുമിനിയം കണ്ടന്റ് ഉണ്ടാവും. അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് സ്ലേറ്റ്, ലാറ്ററൈറ്റ്, ഷിസ്റ്റ്, കയോലിൻ. ഇപ്പോൾ കാൽക്കാരിയസിൽ നമ്മൾ പറഞ്ഞു കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് ആണ് ഉണ്ടാകുന്നത്. കാൽക്കാരിയസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലൈം സ്റ്റോണ്, സാൻഡ് സ്റ്റോണ്, ദെൻ മാർബിൾ, ഇനി ഒന്നുകൂടെ ഉണ്ട് ഡോളമൈറ്റ്. ഓക്കെ, ഡോളമൈറ്റും കാൽക്കാരിയസ് റോക്കിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റോക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, ജിയോളജിക്കൽ പഠിച്ചു, ഫിസിക്കൽ പഠിച്ചു, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇത് നിങ്ങൾ ഓരോ എക്സാമ്പിളും എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് എഴുതി തന്നെ പഠിക്കണം. എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ടെസ്റ്റ് ഓഫ് സ്റ്റോണിൻ്റെ ടെസ്റ്റുകളാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. ആദ്യത്തേതാണ് ആസിഡ് ടെസ്റ്റ്. ആസിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോണിൻ്റെ സാമ്പിളിനെ നമ്മൾ 1% ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇമേഴ്സ് ചെയ്യും. അതായത് സ്റ്റോണിൻ്റെ സാമ്പിളിന് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ഇട്ട് വയ്ക്കും. ദെൻ
അങ്ങനെ നമ്മൾ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കും അവിടെ ഒരു നുരഞ്ഞ് പതഞ്ഞ് പോലത്തെ ഒരു സാധനം ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ടു ഡിറ്റർമിൻ ദ പ്രസൻസ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാനാണ് ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 1% ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 1% ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഈ ഒരു സ്റ്റോണിൻ്റെ ഒരു സാമ്പിൾ, ക്രഷ് ചെയ്ത ഒരു സാമ്പിൾ എടുത്ത് നമ്മൾ 1% ഹൈഡ്രോക്ലോറിക് ആസിഡോട് ഇടുമ്പോൾ അവിടെ ഒരു നുരഞ്ഞ് പതഞ്ഞ് പോലത്തെ ഒരു പ്രസൻസ് വരികയാണെങ്കിൽ അവിടെ ഈ കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് ഉണ്ടെന്നാണ്. ഈ കാൽസ്യം കാർബണേറ്റ് പ്രസൻസ് ഉണ്ടെങ്കിൽ ഫയറിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും സ്റ്റോൺ. അതുകൊണ്ട് അതത്ര നല്ലതല്ല. അത് നല്ലതല്ലെന്ന് നമുക്കറിയാം. അപ്പം കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ സ്റ്റോൺ പെട്ടെന്ന് ഫയറിനെ ക്യാച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ, അത്രയാണ് ആസിഡ് ടെസ്റ്റ്. ആസിഡ് ടെസ്റ്റ് ഈ 2 പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ മതി. എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാനാണ് 1% ഹൈഡ്രോക്ലോറിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് അട്രിഷൻ ടെസ്റ്റ്. അട്രിഷൻ ടെസ്റ്റൊക്കെ നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുള്ളതായിരിക്കും. അട്രിഷൻ ടെസ്റ്റ് എന്തിനാണ്? റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ കണ്ടുപിടിക്കാനാണ് നമ്മൾ അട്രിഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ആ അപ്പാരറ്റിൻ്റെ പേരെന്താണ്? ഡീബൽസ് അട്രിഷൻ ടെസ്റ്റ് മെഷീൻ എന്ന് പറയാം. ഓക്കെ, ഡീബൽസ് അട്രിഷൻ ടെസ്റ്റ് മെഷീനാണ് നമ്മൾ അട്രിഷൻ ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെയും നമുക്കറിയാം സ്റ്റോണിൻ്റെ ഇനിഷ്യൽ വെയ്റ്റും നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ വെയിറ്റൊക്കെ എടുത്തിട്ട് കമ്പാരിസൺസ് നടത്തിയിട്ടാണ് ഇവിടെ നമ്മൾ അട്രിഷൻ ടെസ്റ്റ് റിസൾട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുള്ളതായിരിക്കും. നമുക്കിവിടെ PSCയുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോഴത്തേക്കും അതെന്തിനാണ് അട്രിഷൻ ടെസ്റ്റ് ചെയ്യുന്നത്? റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ. ഓക്കെ, റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ ആണ്. then ഉപയോഗിക്കുന്നത് ഏതാണ്? ഡേബൽസ് അട്രിഷൻ ടെസ്റ്റ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് ക്രഷിംഗ് ടെസ്റ്റ്. ക്രഷിംഗ് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനാണ് ക്രഷിംഗ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനാണ് ക്രഷിംഗ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ 40 mm സൈസുള്ള ഒരു ക്യൂബ് സ്പെസിമെൻ, നമ്മൾ പൊതുവേ ക്രഷിംഗ് ടെസ്റ്റ് എല്ലാത്തിലും ഒരു ക്യൂബ് സ്പെസിമെനാണ് എടുക്കുന്നത്. സിമെൻ്റ് ആയാലും കോൺക്രീറ്റ് ആയാലും സ്റ്റോൺ ആയാലും നമ്മളൊരു ക്യൂബ് സ്പെസിമെനാണ് എടുക്കുന്നത്. ഇവിടെ സ്റ്റോണിൻ്റെ ബേസിൽ ക്രഷിംഗ് ടെസ്റ്റിന് 40 mm സൈസുള്ള ക്യൂബ് സ്പെസിമെനാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് 14 Nm/mm² ആണ്. ഓക്കെ, 14 Nm/mm² ആണ്. 14 mm സൈസുള്ള ക്യൂബ് സ്പെസിമെനാണ് നമ്മൾ ക്രഷിംഗ് ടെസ്റ്റിന് വേണ്ടി സ്റ്റോണിൽ എടുക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ്. ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഈ ക്രഷിംഗ് ടെസ്റ്റിൽ ഈ ലോഡ് 14 N എന്ന് പറഞ്ഞു. ഇതിൻ്റെ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 13.7 ആണ് കേട്ടോ. 13.7 ആണ്. അതിനെ റൗണ്ട് ചെയ്താണ് 14 Nm/mm² എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ്. ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോണിൻ്റെ ഡ്യൂറബിലിറ്റി ചെക്ക് ചെയ്യാണ്. ഓക്കെ, ഡിറ്റർമിൻ ദ ഡ്യൂറബിലിറ്റി ഓഫ് സ്റ്റോൺ. സി, ക്രിസ്റ്റലൈസേഷൻ സി. സോ സി കഴിഞ്ഞ് ഡി അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. സി ഡി. ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് സ്റ്റോണിൻ്റെ ഡ്യൂറബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സോഡിയം സൾഫേറ്റ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സോഡിയം സൾഫേറ്റ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. ഈ ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റിന് ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ വെതറിങ് ക്വാളിറ്റി എന്നും പറയാം. ഓക്കെ, വെതറിങ് ക്വാളിറ്റി എന്നും പറയാം. ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ വെതറിങ് ക്വാളിറ്റീസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ എടുക്കുന്നത് ഏതാണ്? സോഡിയം സൾഫേറ്റ് സൊല്യൂഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഫ്രീസിങ് ആൻഡ് തോവിങ്. ഫ്രീസിങ് ആൻഡ് തോവിങ് എന്ന് പറഞ്ഞാൽ ഈ ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ സ്റ്റോണിനെ ഫ്രീസ് ചെയ്യുകയും തോവിങ് ചെയ്യുകയും ചെയ്യും. അത് നമ്മൾ സ്റ്റോണിൻ്റെ ഒരു ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൾട്ടർനേറ്റീവായിട്ട് ഫ്രീസിങ്ങും തോവിങ്ങും ചെയ്യുന്നതിനാണ് ഫ്രീസിങ് ആൻഡ് തോവിങ് ചെയ്യുന്നത്. ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോണിനെ നമ്മൾ ഫ്രീസ് ചെയ്യും, തണുപ്പിക്കും. ദെൻ തോവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു തണുത്തിരിക്കുന്ന ഒരു സ്റ്റോണിനെ ആ ഒരു തണുപ്പെന്ന ആ ഒരു കണ്ടീഷൻ മാറ്റാൻ വേണ്ടി നമ്മളിപ്പം ഫ്രിഡ്ജിനകത്ത് നമ്മളൊരു സാധനം എടുത്ത് വെച്ചിട്ട് അതിന് തണുപ്പ് മാറാൻ വേണ്ടി നമ്മൾ പുറത്തെടുത്ത് വയ്ക്കൂലേ, ഈ തോവിങ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു തണുപ്പ് മാറാനുള്ള ആ ഒരു പ്രൊസീജിയർ. ഓക്കെ, അതിനാണ് തോവിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീസിങ് ആൻഡ് തോവിങ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവായിട്ട് ഫ്രീസിങ്ങും തോവിങ് ചെയ്യും. അതായത് തണുപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ തണുപ്പ് മാറ്റും, വീണ്ടും തണുപ്പിക്കും, തണുപ്പ് മാറ്റും, അങ്ങനെ. ഓക്കെ, അതാണ് ഫ്രീസിങ് ആൻഡ് തോവിങ്. ആൾട്ടർനേറ്റീവായിട്ട് ഫ്രീസിങ്ങും തോവിങ്ങും ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്രീസിങ് ആൻഡ് തോവിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്താണ് ഹാർഡ്നെസ് ടെസ്റ്റ്. ഹാർഡ്നെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോണിൻ്റെ ഹാർഡ്നെസ് ഡിറ്റർമിൻ ചെയ്യാനാണ് ഹാർഡ്നെസ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡോറീസ് അബ്രേഷൻ ടെസ്റ്റ്. ഈ അട്രീഷൻ ടെസ്റ്റിൻ്റെയും ഹാർഡ്നെസ് ടെസ്റ്റിൻ്റെയും അപ്പാരറ്റസ് തമ്മിൽ മാറിപ്പോവല്. അട്രീഷൻ ടെസ്റ്റിന് ഉപയോഗിക്കുന്നത് എന്താണ്? ഡിവൽസ് അബ്രേഷൻ ടെസ്റ്റാണ്. ഡിവൽസ്. ഓക്കെ, ദെൻ ഹാർഡ്നെസ്സിനാണെങ്കിലോ ഡോറീസ് അബ്രേഷൻ. ഹാർഡ്നെസ്സിന് ഡോറീസ്. ഓക്കെ, ഈ ഹാർഡ്നെസ് സ്റ്റോണിൻ്റെ ഹാർഡ്നെസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് എന്ന ടൈം വെച്ചിട്ടാണ്. ഓക്കെ, സ്റ്റോണിൻ്റെ ഹാർഡ്നെസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് ടൈം വെച്ചിട്ടാണ്?
കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് ആണ്. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് ഈക്വൽ ടു 20 മൈനസ് ലോസ് ഇൻ വെയിറ്റ് ഗ്രാം ആണ്. ലോസ് ഇൻ വെയിറ്റ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ 3 ആണ്. ഓക്കെ, ലോസ് ഇൻ വെയിറ്റ് ഡിവൈഡ് ബൈ 3 ആണ്. 20 മൈനസ് ലോസ് ഇൻ വെയിറ്റ് ബൈ 3 ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ നിങ്ങൾക്ക് ഫോർമുല ഒന്നും ആവശ്യമില്ല, നിങ്ങൾ എന്തായാലും ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഹാർഡ്നെസ് ടെസ്റ്റ് എങ്ങനെയാണ്? ഹാർഡ്നെസ് കണ്ടുപിടിക്കാനാണ്. യൂസിങ് അപ്പാരറ്റസ് ലോറി സബ്ട്രാക്ഷൻ ടെസ്റ്റാണ്. എക്സ്പ്രസ് ചെയ്യുന്നത് ഏതാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് എന്ന ടൈം വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് ഇമ്പാക്റ്റ് ടെസ്റ്റ് എന്തിനാണ്? നമ്മൾ ടഫ്നെസ് കണ്ടുപിടിക്കാനാണ്. സ്റ്റോണിൻ്റെ ടഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്റ്റോണിൽ ഇപ്പോൾ ഒരു ഹാമർ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടാതിരിക്കണം, മീൻസ് പെട്ടെന്ന് പൊട്ടിപ്പോകരുത്. ആ ഒരു ഇതിനാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പാക്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ടഫ്നെസ് ഓഫ് സ്റ്റോൺ. ടഫ്നെസ് കണ്ടുപിടിക്കാനാണ് ഇമ്പാക്റ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് സ്മിത്ത് ടെസ്റ്റ്. ഓക്കെ, സ്മിത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് സോല്യുബിൾ മാറ്ററിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ സ്മിത്ത് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് സ്മിത്ത് ടെസ്റ്റ് ബാക്കി നമ്മൾ ഈ ആസിഡ് ടെസ്റ്റ് ആയാലും ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് ആയാലും നമ്മൾ അതിലൊരു സൊല്യൂഷൻ പഠിച്ചു, അതായത് സോഡിയം സൾഫേറ്റും മറ്റേതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പഠിച്ചു. ഇനി സ്മിത്ത് ടെസ്റ്റുകൊണ്ട് വരുമ്പോൾ നമ്മൾ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ടറിൽ ഈ സ്റ്റോണിനെ ക്രഷ് ചെയ്ത ഒരു പൊടിയെടുത്ത് അതിലിടും. സാമ്പിൾ എടുത്തിട്ടതിന് ശേഷം ഒരു 24 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനൊരു കളർ ചേഞ്ചസ്, അതായത് നമ്മൾ വാട്ടറിൻ്റെ സാധാരണ കളർ അറിയാമല്ലോ, അതിലൊന്ന് നമ്മൾ സാമ്പിളിട്ട സൊല്യൂഷനിൽ എന്തെങ്കിലും കളർ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രസൻസ് ഓഫ് സോലിബിൾ മാറ്റർ ഉണ്ടെന്ന് അർത്ഥം, അതായത് ക്ലേ പോലുള്ള കണ്ടൻറ്റൊക്കെ ഉണ്ടാവും. ഒന്നുകൂടെ പറയുന്നത് സ്മിത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് സോലിബിൾ മാറ്റർ കണ്ടുപിടിക്കാനാണ് സ്മിത്ത് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. വാട്ടറിൽ സ്റ്റോണിനെ നമ്മൾ ക്രഷ് ചെയ്തിട്ടിട്ട് ഒരു 24 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന് കളർ ചേഞ്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, വാട്ടറിൻ്റെ സാധാരണ കളറിൽ നിന്ന് എന്തെങ്കിലും കളർ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രസൻസ് ഓഫ് സോലിബിൾ മാറ്റർ ഉണ്ടെന്ന് ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, ദെൻ അടുത്തതാണ് മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് വേറെ ഒന്നുമില്ല. മൈക്രോസ്കോപ്പ് എന്തിനാണ്? നമ്മൾ സ്റ്റോണിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ക്യാരക്ടറും അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് നടത്തുന്നത്. ഇത് മൈന്യൂട്ടായിട്ടുള്ള ക്യാരക്ടറും അതിൻ്റെ ഗ്രെയിൻസിൻ്റെ സൈസും അതൊക്കെ ചെക്ക് ചെയ്യാനാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് ഫയർ റെസിസ്റ്റൻസ് ടെസ്റ്റ്. ആ ഫയർ റെസിസ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ആസിഡ് ടെസ്റ്റിൽ കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇവിടെയും ഫയർ റെസിസ്റ്റൻസ് ടെസ്റ്റിലും കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ സ്റ്റോൺ ഫയറിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, അതായത് പെട്ടെന്ന് കത്തിപ്പിടിക്കും. ഓക്കെ, അതാണ് ഫയർ റെസിസ്റ്റൻസ് ടെസ്റ്റ്. ദെൻ അടുത്തതാണ് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിറ്റർമിൻ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അബ്സോർബ്ഡ്, എത്രമാത്രം പെർസെൻറ്റേജ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാനാണ് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് നടത്തുന്നത്. വാട്ടർ അബ്സോർപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ ആ സ്റ്റോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, വാട്ടർ അബ്സോർപ്ഷൻ ഡയറ്റൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. സ്റ്റോൺ കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ അടുത്തതാണ് ബ്രാഡ്സ് ടെസ്റ്റ്. ഈ ബ്രാഡ്സ് ടെസ്റ്റിൽ എന്താണ്? ഡിറ്റർമിൻ ദ ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ ബ്രാഡ്സ് ടെസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഡിറ്റർമിൻ ദ ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ് ആണ് ബ്രാഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റോണിൻ്റെ ചാപ്റ്റർ ഇനിയുമുണ്ട് നമുക്ക് പഠിക്കാം. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റോണിൻ്റെ ഗുഡ് ക്വാളിറ്റീസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടല്ലോ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.